ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ. റെക്ടാങ്കുലർ ഫേസിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: Draw the isometric projection of a hexagonal prism 25 mm side of base and 60 mm height which is resting on a rectangular face on HP. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻസർ പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത് ഐസോമെട്രിക് വ്യൂ ആണ്, ബട്ട് ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ഇവിടെ ചോദിച്ചത്. ബട്ട് അതല്ല കുഴപ്പം വരുന്നത്, റെസ്റ്റിംഗ് ഓൺ ബേസായി വരച്ച് തെറ്റിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് കാണുക. ഇനി ഈ പ്രോബ്ലം ഓൾറെഡി ചെയ്തതാണ്. വീഡിയോ നമ്പർ 3 ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അത് 2 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരുന്നു ചോദിച്ചത്. അതായത് ആക്സിസ് വെർട്ടിക്കലായി കിടക്കുന്ന ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ ആൻഡ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി അല്ലെങ്കിൽ ആക്സിസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, അതായത് ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന ഈ പ്രോബ്ലം, ഈ കണ്ടീഷനുള്ള ഈ 2 പ്രോബ്ലവും കൂടെ ഒരുമിച്ചായിരുന്നു ചെയ്തിരിക്കുന്നത്. ബട്ട് അവിടെ ഐസോമെട്രിക് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്, അതായത് ഇതാണ് അതിൻ്റെ ആൻസർ. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ഐസോമെട്രിക് പ്രൊജക്ഷൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. അതായത് വീഡിയോ നമ്പർ 3ത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ പ്രിസം സൈഡ് ഓഫ് ബേസ് 25 mm long with axis is 60 mm long when axis is vertical and axis is horizontal. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ആക്സിസ് ഈസ് ഹൊറിസോണ്ടൽ. ആക്സിസ് ഈസ് ഹൊറിസോണ്ടൽ മീൻസ് എന്താണ്? ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ്, അതായത് ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആക്സിസ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആക്സിസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും ആൻസർ സെയിം ആയിരിക്കും. കാരണം ഇതും ഹൊറിസോണ്ടൽ ലൈനാണ്, ഇതും ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും. ഇവിടെ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഹൊറിസോണ്ടലായിട്ട് ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ കൊണ്ടുപോയി വരച്ച് കഴിഞ്ഞാലും ആൻസർ ഐസോമെട്രിക് പ്രൊജക്ഷൻ സെയിം ആയിരിക്കും. ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഐസോമെട്രിക് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഇതാണ് ആ 2 കേസിലെയും ഒരുമിച്ച് വരുന്ന ആൻസർ. അതായത് ആക്സിസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ രീതിയിലാണ് ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ കിട്ടേണ്ടത്. ആക്സിസ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ, അതായത് ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ കേസിൽ ഈ രീതിയിലാണ് ആൻസർ കിട്ടേണ്ടത്. അതായത് ഇവിടെ ഫ്രണ്ട് വ്യൂവിലാണ് ഹെക്സഗൺ ഉണ്ടാകുക, ഇവിടെ ടോപ്പ് വ്യൂവിലാണ് ഹെക്സഗൺ ഉണ്ടാകുക. അതായത് ആക്സിസ് വെർട്ടിക്കൽ ആകുമ്പോൾ ടോപ്പ് വ്യൂവിലാണ് ഹെക്സഗൺ വരിക. ആക്സിസ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഓർ റെക്റ്റാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് ഹെക്സഗൺ കാണുക. യൂഷ്വലി കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് ചോദിക്കാറ്. ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8 കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. ബട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് 20 മാർക്കിന് ചോദിച്ചത്. വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റോ ഈ പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്സോ അറിയണമെങ്കിൽ ഈ വീഡിയോസ് കാണുക. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ മാത്രം നോക്കാം. അപ്പോൾ ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പേ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. കാരണം ആൻസർ കീയിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചില്ലെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ക്ലിയർ ആണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാം എന്ന് ആൻസർ സ്കീമിൽ കാണുന്നത്. റെസ്റ്റിംഗ് ഓൺ റെക്റ്റാങ്കുലർ ഫേസ് ഓൺ എച്ച് പി എന്നാണ് പറഞ്ഞത്. റെസ്റ്റിംഗ് ഓൺ റെക്റ്റാങ്കുലർ ഫേസ് ഓൺ എച്ച് പി, അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. ബട്ട് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, ഇതെടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ റെക്റ്റാങ്കിൾ ആയിരിക്കും, ടോപ്പ് വ്യൂവിൽ റെക്റ്റാങ്കിൾ ആയിരിക്കും, സൈഡ് വ്യൂവിലാണ് ഈ ഹെക്സഗൺ കാണേണ്ടി വരിക. ഓക്കെ, അപ്പോൾ 3 വ്യൂസ് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഇതായാലും ആൻസർ സെയിം ആയിരിക്കും. കാരണം ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്, ഇതും ഹൊറിസോണ്ടൽ ലൈനാണ്. ആക്സിസ് അപ്പോൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നു. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒന്നും വരച്ചില്ലെങ്കിൽ പോലും ഈ ഹെക്സഗൺ മാത്രം ഇവിടെ വരച്ചാൽ മതി. അതും 1 സൈഡ് എക്സ് ലൈന് പാരലായിട്ട്. കാരണം നമുക്ക് ആ ഹെക്സഗണിനെയാണ് ബോക്സ് ചെയ്യേണ്ടത്, ഒരു റെക്റ്റാങ്കുലർ ബോക്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് ആണ് നമുക്ക് ഐസോമെട്രിക് പൊസിഷനിൽ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെക്സഗൺ മാത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക, ഏതായാലും കുഴപ്പമില്ല. കാരണം ആൻസർ സ്കീമിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചില്ലെങ്കിലും ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം.
ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് ഹെക്സഗൺ കിട്ടുക. എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ ഹെക്സഗൺ വരയ്ക്കുമ്പോൾ വൺ സൈഡ് പാരലൽ ടു എക്സ് വൈ ലൈനായിട്ട് എടുക്കുക. അപ്പോൾ മാത്രമേ അത് ഫേസിൽ റെസ്റ്റ് ആവുന്നുള്ളൂ. സൈഡ് ലെങ്ത് 25 mm ആണ്. 120 ഡിഗ്രി ആണ് ഹെക്സഗണിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഹെക്സഗൺ കംപ്ലീറ്റ് ആയി. നെയിം ചെയ്യുക. A'. ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞ് ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് 60 mm തന്നിരിക്കുന്നു. ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. $15 ഡിഗ്രി ലൈൻ വരയ്ക്കുക. എൻഡിൽ നിന്ന് 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. വൺ 4 3 2 വേർട്ടിക്കൽ എഡ്ജാണ്. 1 2 and 4 3 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. വേർട്ടിക്കൽ ലൈൻസ് വേർട്ടിക്കലായി മാറും. അതായത് ഈ ഐസോമെട്രിക് പ്ലെയിനിലാണ് ഹെക്സഗൺ വരേണ്ടത്. FGHEയിലാണ് ഹെക്സഗൺ വരുന്നതെങ്കിൽ അത് വേർട്ടിക്കലായിരിക്കും. ആക്സിസ് വേർട്ടിക്കൽ ആകുമ്പോഴാണ്. ആക്സിസ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഈ BCGF എന്ന് പറയുന്ന ഈ ഒരു ഐസോമെട്രിക് പ്ലെയിനിലായിരിക്കും ഹെക്സഗൺ വരയ്ക്കേണ്ടത്. അതായത് ഈ 2 2 3 ഇവിടെ GE വേർട്ടിക്കലായിരിക്കും. 1 4 FB വേർട്ടിക്കലായിരിക്കും. ഈ FG അതാണ് ഇവിടുത്തെ 1 2 അത് ഹൊറിസോണ്ടൽ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. 4 3 ഇവിടെ BE അത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. ആ രീതിയിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ റോംബസ് വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലേക്ക് ഹെക്സഗൺ കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പ്രോബ്ലം ആയിട്ട് ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഡയമെൻഷൻ എടുക്കുമ്പോഴും അതൊക്കെ കൺവേർട്ട് ചെയ്ത് ഐസോമെട്രിക് ലെങ്തിൽ വേണം വരയ്ക്കാൻ. അതായത് ഐസോമെട്രിക് ലൈൻസൊക്കെ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ, അതായത് മൾട്ടിപ്പിൾ ചെയ്ത് യൂസ് ചെയ്യരുത്. പകരം അത് ഐസോമെട്രിക് സ്കെയിലിൽ ആ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ട് അത് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. ഫസ്റ്റ് തിൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അതിനപ്പോട്ടാണ് 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കേണ്ടത്, വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കേണ്ടത്. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1 2 and 4 3 30 ഡിഗ്രിയാണ്. 1 4 and 2 3 വേർട്ടിക്കലാണ്. 1 2 30 ഡിഗ്രിയിൽ ഈ ഡയറക്ഷനിലേക്ക് എടുക്കുന്നു. ഈ ഡയറക്ഷനിലേക്കാണ് 1 2 എടുത്തതെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഫിഗർ പോകുക. അപ്പോൾ അതിന് സ്പേസ് വേണം. അപ്പോൾ സ്പേസ് ഇങ്ങോട്ടേക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റ് 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 1 30 ഡിഗ്രി വരയ്ക്കണം. തിൻ ലൈൻ യൂസ് ചെയ്ത് 2 1 ലൈൻ വരയ്ക്കുക. അതിലേക്ക് ഈ 2 1 ഡിസ്റ്റൻസ് ട്രൂ ലെങ്ത് തന്നെ ഡയറക്റ്റ് എടുത്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഐസോമെട്രിക് വ്യൂ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത ലെങ്ത് വേണം. അതിവിടെ മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ ലൈനിനെ പാരലായിട്ട് ഇതിലൂടെ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പോയിന്റ് ആയിരിക്കും
ഈ ഡിസ്റ്റൻസ് ആണ് 1 2 എടുക്കേണ്ടത്, അല്ലാതെ ഇതെടുക്കരുത്. ഇതെടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്, അത് ഐസോമെട്രിക് വ്യൂ ആയി പോകും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു, അത് ഇവിടത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ പോയിൻ്റാണ് 1. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക, കാരണം ഇതിൽ ഹെക്സഗൺ മാത്രമേ നമുക്ക് തിക്കായി വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. 1 4 വേർട്ടിക്കൽ ലൈനാണ്, അതുപോലെ 2 3 വേർട്ടിക്കൽ ലൈനാണ്. ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ 2 3 ലെങ്ത്ത് ഇവിടെ ഡയറക്റ്റ് എടുക്കരുത്. ഇവിടെ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്, അത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിലൂടെ ഈ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ലൈനിന് പാരലായിട്ട് ലൈൻ കൺസിഡർ ചെയ്യുകയോ ചെയ്യുക. ഇതാണ് 3. ഓക്കെ, അപ്പോൾ ഈ 2 3 ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1 4 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഈ ലെങ്ത്ത് മെഷർ ചെയ്യണം. അതിന് മുമ്പ് ഇവിടുന്ന് ഈ 2 പോയിന്റിലൂടെയും വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലേക്ക് ഈ ഡിസ്റ്റൻസ് ഇതെടുക്കരുത്, കൺവേർട്ട് ചെയ്ത് 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഇതിലേക്ക് ഹെക്സഗൺ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഈ ഹെക്സഗണിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ബോക്സിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. അതിലിവിടെ ഹെക്സഗൺ, ഇവിടെയും ഈ ഹെക്സഗൺ മാർക്ക് ചെയ്യുന്നതോടെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ, അതായത് ഈ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിവിടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇതിലേക്ക് ഈ ലെങ്ത് ഡയറക്റ്റ് എടുക്കരുത്, അത് ഐസോമെട്രിക് വ്യൂവിലാണ്. നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുമ്പോൾ ഈ 60 mm ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺവേർട്ട് ചെയ്ത ലെങ്ത് എടുക്കണം. ഇതിന് പാരലായിട്ട് വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, കൺവേർട്ട് ചെയ്ത ലെങ്ത്. ഇതിൽ ഇവിടെ കട്ട് ചെയ്യുന്നു. അതേപോലെ ഇവിടെ നിന്ന് വേർട്ടിക്കൽ ലൈൻ ഈ സെയിം ലെങ്ത് ആയിരിക്കും. ഈ ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇനി ഈ പോയിന്റ് കണ്ടെത്തണം. ഈ പോയിന്റ് കണ്ടെത്തണമെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ ഇവിടെ ആർക്ക് എടുക്കുക, അതേപോലെ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ആർക്ക് എടുക്കുക. ഇനി ഇവിടെയുള്ള ഈ പോയിന്റ് കൂടെ കാണണം. അതിന് ഇതിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക താഴോട്ടേക്ക്. അത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. തിൻ ലൈനോ ഡാഷ് ലൈനോ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇത് കൺസ്ട്രക്ഷൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇനി ഈ ഫേസിൽ ഈ ഹെക്സഗണിനെ കൊണ്ടുവരണം. ഇതിനെ നെയിം ചെയ്യുക 1 2 3 4. 1 2ലേക്ക് 1b ഡിസ്റ്റൻസ്, 1-b' ഈ ഡിസ്റ്റൻസ് ഡയറക്റ്റ് എടുക്കേണ്ടത് ഐസോമെട്രിക് വ്യൂവിലാണ്. ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഇതിവിടെ എടുത്തിട്ട് ഇതിന് പാരലായിട്ട് വരയ്ക്കണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഇത് 1b ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് ബി കിട്ടും. ഇനി ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് 2-c' സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സി കിട്ടും. അതേപോലെ എഫും ഇയും കിട്ടും, സെയിം ആയിരിക്കും.
ഇത് എഫ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക, ഇ. ഇത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അടുത്തത് നമുക്കിനി ബാക്കിയുള്ള പോയിൻ്റ് A', 4' ആണ്. അത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരും. ഓക്കെ, എനിവേ നമുക്കിത് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം. അതായത് 1A', 1,4ലേക്കാണ്, 1,4ലേക്ക് 1', A', ഈ ഡിസ്റ്റൻസ് ഇതിവിടെ മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റ് കാണുക, ഇതിന് പാരലായിട്ട് വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് കോമ്പസിൽ. ഇവിടെ എ കിട്ടും, അത് തന്നെയായിരിക്കും ഇവിടെ ഡിയും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഇവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എ, ഇത് ഡി. ഇനി ഈ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ABCD വിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCD തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അടുത്തത് ഇവിടുത്തെ ഡി, സെയിം പോയിൻ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെയുള്ള ഈ ഡി ലൈൻ വിസിബിൾ ആയിരിക്കും. നമുക്ക് കാണുന്ന ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ കാണുന്നതാണ്. അതേപോലെ ഈ പോയിൻ്റ് സി ആണ്, ഇതും വിസിബിൾ ആയിരിക്കും. CD വിസിബിൾ ആയിരിക്കും. ഇതിൻ്റെ ബൗണ്ടറി ഒക്കെ വിസിബിൾ ആയിരിക്കും. ഇവിടുത്തെ DE ഇത് വിസിബിൾ ആയിരിക്കും. EF വിസിബിൾ ആയിരിക്കും. ഇനി FF വിസിബിൾ ആയിരിക്കും. അടുത്തത് ഈ പോയിൻ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നോക്കുമ്പോൾ കാണില്ല. അതേതാണ്, A ആണ്. അതുകൊണ്ട് AF ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ AA ഇൻസൈഡ് ലൈനാണ്, അതുകൊണ്ട് AA ഫേസ് എഡ്ജ് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇനി ഈ പോയിൻ്റ് B, ഇത് ഇൻസൈഡാണ്, ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. BCയും ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. EE ടോപ്പിലത്തെ ലൈനാണ്, അത് വിസിബിൾ ആയിരിക്കും. ഇനി ബാക്കിയുള്ളത് BB ആണ്, അത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ആക്സ് വരയ്ക്കണമെങ്കിൽ സെൻറ്റർ കാണുക, ആ സെൻറ്ററിനെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഈ പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ. ഓന്ന് കൊടുത്തു, അതിനെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം ഈ AD ലൈനിലാണ് അത് വരിക, അപ്പോൾ ഈ ലൈനിലായിരിക്കും ആ പോയിൻ്റ് വരേണ്ടത്. അതേപോലെ ഇവിടെയും. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തിയാൽ മതി. ഇവിടെ കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിപ്പോൾ 40 ആണ് വരുന്നത്, അപ്പോൾ ഞാൻ 20 എടുക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ലെങ്ത്തിനെ ഇവിടെ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്താൽ മതി, രണ്ട് സെയിം ആയിരിക്കും. ആക്സിസ് ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുക. എൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ഡയമെൻഷൻ ചെയ്യണം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓർ വ്യൂവിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ലൈനും ഐസോമെട്രിക് ലൈൻ തന്നെയായിരിക്കും. ഈ ലെങ്ത് 25 ആയിരിക്കില്ല, 25 × 0.816 ആയിരിക്കും. ബട്ട് നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ അത് 25 തന്നെ കൊടുക്കുന്നു.
ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ 6 മാർക്സ്, ഈവൺ ഇഫ് നോട്ട് ഡ്രോൺ ഗിവ് ഫുൾ മാർക്ക് ഈ ഫൈനൽ ആൻസർ ഈസ് കറക്റ്റ്. അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ തെറ്റിപ്പോയാലും ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക, കാരണം അതിന് 6 മാർക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഐസോമെട്രിക് സ്കെയിൽ 3 മാർക്ക്. അതായത് ഈ സ്കെയിൽ വരയ്ക്കണം, അല്ലാതെ 0.816 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 20ൽ നിന്ന് 3 മാർക്ക് കുറഞ്ഞു പോകും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് പ്രിസം 9 മാർക്സ്. അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 9 മാർക്സ് കിട്ടും. അപ്പോൾ 9 + 15 + 3 18, നീറ്റ്നെസ്സിന് 2 മാർക്ക്, 18 + 2 20 മാർക്കാണ്. ഈഫ് റെസ്റ്റിംഗ് ഓൺ ബേസ് ഗിവ് 4 മാർക്സ്. അതായത് റെസ്റ്റിംഗ് ഓൺ ഫേസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ റെസ്റ്റിംഗ് ഓൺ ബേസിൽ അറിയാതെ വരച്ചു പോയി എന്ന് കരുതുക. അതായത് ഇങ്ങനെയൊന്നും മനസ്സിലാക്കാതെ ഈ വേർട്ടിക്കലായിട്ട് ആക്സിസ് എടുത്തിട്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ തുടക്കത്തിൽ, ആ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ആക്സിസ് വേർട്ടിക്കലായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 4 മാർക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 9 മാർക്സ് 4 മാർക്സ് കൊടുക്കാൻ, അത് 5 മാർക്ക് കുറവായിരിക്കും. ഓക്കെ. അങ്ങനെ ചെയ്തവർക്ക് 15 മാർക്സ് വരെ കിട്ടുന്നുണ്ട്. ഈ ആൻസർ സ്കീം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇഫ് ഐസോമെട്രിക് വ്യൂ ഈസ് ഡ്രോൺ ഇൻസ്റ്റെഡ് ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ റിഡ്യൂസ് 5 more മാർക്സ്. ഓക്കെ. ഐസോമെട്രിക് സ്കെയിൽ വരച്ചില്ല, ഒറിജിനൽ ലെങ്ത് എടുത്ത് ഐസോമെട്രിക് സ്കെയിലും വരച്ചില്ല, 0.816 കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്തില്ല, ഐസോമെട്രിക് വ്യൂ വരയ്ക്കുകയാണ്. അപ്പോൾ 5 മാർക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്.